ഇരിപ്പിടത്തോട് ചേർന്ന് വരിഞ്ഞു കെട്ടിയ നിലയിൽ നിസ്സഹായനായിരിക്കുന്ന പ്രഭുവിനെ പീറ്റർ പാർക്കർ സഹതാപപൂർവ്വം നോക്കി നിന്നു. എന്നാൽ ഗ്രെഗ് ഹഡ്സൺ ആകട്ടെ, പ്രഭു ഇപ്പോഴും ഭയപ്പെടേണ്ട ഒരു എതിരാളി തന്നെ എന്ന് ചിന്തിച്ച് കരുതലോടെ നിലകൊണ്ടു. അപ്പോഴേക്കും പ്രഭു ശാന്തസ്വരത്തിൽ സംസാരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഡ്രാക്കുള പ്രഭുക്കന്മാരെക്കുറിച്ച് ലോകത്തിന് വളരെയൊന്നും അറിയില്ല എന്നതാണ് സത്യം. പ്രഭു പരമ്പരയിൽപ്പെട്ട ആളാണ് ആ സ്ത്രീ. പ്രഭുവിനെക്കുറിച്ച് ഏതോ അയർലൻഡുകാരൻ എഴുതിയ ഭീകരകഥയിലെ ഭാവനകളാണ് യാഥാർത്ഥ്യമെന്ന മട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഭാവന മാത്രമാണെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? ഗ്രെഗ് ഹഡ്സന്റെ ചോദ്യത്തിന് പ്രഭു ഇങ്ങനെ മറുപടി പറഞ്ഞു. കുട്ടിക്കാലത്ത് രോഗശയ്യയിൽ കിടന്ന് അമ്മ പറഞ്ഞ പ്രേതകഥകൾ കേട്ടു വളർന്നയാളാണ് ആ പുസ്തകം എഴുതിയത്. അയാളുടെ ഭാവന സത്യമാണെന്ന് അയർലൻഡുകാരും ഇംഗ്ലീഷുകാരും ലോകവും വിശ്വസിച്ചു. എന്തെന്നാൽ യൂറോപ്പിലെ വന്നെത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണല്ലോ ട്രാൻസിൽവാനിയ. സത്യം ഇതാണെന്ന് തോന്നിപ്പോകുന്നു. പീറ്റർ പാർക്കർ കണ്ണട എടുത്ത് തുടച്ച് വീണ്ടും മൂക്കിന്മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അതേ സുഹൃത്തെ, സത്യം കാണുക, കേൾക്കുക, പറയുക. ഡബ്ലിനിൽ ഈവനിംഗ് മെയിൽ പോലെയുള്ള പത്രങ്ങൾക്ക് തിയേറ്റർ റിവ്യൂ എഴുതുന്ന ആളായിരുന്നു ആ നോവലിസ്റ്റ്. കഥകളുടെ ഗൗരവത്തിനു വേണ്ടി അയാൾ ഡ്രാക്കുളയെ രക്തരക്ഷസാക്കി. അയാൾക്ക് വില്ലേഷ്യൻ പ്രഭുക്കന്മാരെക്കുറിച്ച് വളരെ കുറച്ചറിവേ ഉണ്ടായിരുന്നുള്ളൂ എന്നെനിക്കറിയാം. എന്തെന്നാൽ ഞാനും ആ പരമ്പരയിൽപ്പെട്ട ആളാണ്. പീറ്റർ പാർക്കർ ആശ്ചര്യത്തോടെ ചോദിച്ചു. അങ്ങ് ഡ്രാക്കുള പ്രഭുവിന്റെ ബന്ധുവാണോ? അതെ, തലമുറകൾ കഴിഞ്ഞു പോയെങ്കിലും എനിക്ക് ആ പാരമ്പര്യം മറക്കാനാവില്ല. ബഹുമാന്യനായ വ്ളാദ് മൂന്നാമനെ രക്തരക്ഷസായി ചിത്രീകരിച്ചവരോട് എനിക്കും റൊമേനിയയിലുള്ള അനേകർക്കും പ്രതിഷേധമുണ്ട്. പ്രഭു ഒരു നിമിഷം നിശബ്ദനായിരുന്നു. പോയ കാലത്തിന്റെ സമ്പന്നതയിലും ആഭിജാത്യത്തിലും ആ മനസ്സ് വ്യാപരിക്കുകയാണ് എന്നവർക്ക് തോന്നി. അപ്പോൾ ഡ്രാക്കുള പ്രഭു കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഗ്രെഗ് ഹഡ്സൺ ചോദിച്ചു. എന്ന് ഞാൻ പറയില്ല. അദ്ദേഹം ജനിച്ചു വീണത് നന്മ നിറഞ്ഞ ഒരു മനുഷ്യനായി തന്നെ ആയിരിക്കണം. പക്ഷേ ശത്രുക്കൾ അദ്ദേഹത്തെ ക്രൂരനാക്കി. നിങ്ങൾക്കറിയാമോ, ട്രാൻസിൽവാനിയൻ ആൽപ്സ് യൂറോപ്പിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിലൊന്നാണ്. അയൽ രാജ്യങ്ങൾ എന്നും അതിൽ കണ്ണുവച്ചിരുന്നു. അത്തരം പോരാട്ടങ്ങളുടെ തീച്ചുളയിലേക്കാണ് വ്ളാദ് മൂന്നാമൻ പിറന്നു വീണത്. പ്രഭു ഓർമ്മയിൽ നിന്നും സംഭവങ്ങൾ നേടിയെടുക്കും പോലെ നിശബ്ദനായിരുന്നു. എന്നിട്ട് തുടർന്നു. വ്ളാദ് മൂന്നാമന്റെ പിതാവ് രാജ്യസ്നേഹികളുടെ സംഘടനയായ ഹൗസ് ഓഫ് ഡ്രാക്കുളേറ്റ്സിൽ അംഗമായിരുന്നു. സംഘങ്ങളെ ജനങ്ങൾ ഡ്രാക്കൂൾ എന്ന് വിളിച്ചു. അതിലൊരാളുടെ മകൻ ഡ്രാക്കുളയുമായി. മുത്തച്ഛന്റെ നാടായ സിഗിസവോറയിലെ റസ്നൌ കോട്ടയിലാണ് ആ കുട്ടി വളർന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? പീറ്റർ പാർക്കർ അക്ഷമനായി. അപ്പോൾ പ്രഭു തുടർന്നു. ഒരു വശത്ത് ഓട്ടോമൻ പോരാളികൾ, മറുവശത്ത് ഓസ്ട്രിയൻ ഹാബ്സ്ബർഗുകൾ. അവർ വ്ളാദിന്റെ അച്ഛൻ വ്ളാദ് രണ്ടാമനെ ചതിച്ചു കൊന്നു. ജ്യേഷ്ഠനായ മിർസിയയുടെ കണ്ണിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി കുത്തിയിറക്കി. ഹോ, ഭീകരം! മനുഷ്യർ എത്ര ക്രൂരന്മാരോ! പീറ്റർ പാർക്കർ അറിയാതെ പറഞ്ഞുപോയി. അപ്പോൾ പ്രഭു മന്ദഹസിച്ചു. സുഹൃത്തുക്കളെ, ക്രൂരതയുടെ കാര്യത്തിൽ മനുഷ്യനെ ജയിക്കാൻ മറ്റൊരു ജീവിയുമില്ല. ഡ്രാക്കുളയുടെ അന്ധനായി തീർന്ന ജ്യേഷ്ഠനെ ശത്രുക്കൾ ജീവനോടെ ചുട്ടുകൊന്നു. ചെറുപ്പത്തിൽ ഡ്രാക്കുള തന്നെ അവരുടെ പിടിയിൽപ്പെട്ടു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇതിനൊക്കെ ചരിത്രരേഖകളുണ്ടോ? ഗ്രെഗ് സംശയത്തോടെ ചോദിച്ചു. അപ്പോൾ പ്രഭു പറഞ്ഞു. സുഹൃത്തെ, ചരിത്രം കോഫി പോലെയാണ്. അതിൽ പാലും വെള്ളവും കയ്പും മധുരവും ഉണ്ടാവും. പല യാഥാർത്ഥ്യങ്ങളും നുണക്കൂമ്പാരത്തിൽ മറഞ്ഞു കിടപ്പുണ്ടാവും. ഞങ്ങളുടെ ഓരോ തലമുറയും കുടുംബചരിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്കി കഥകൾ കേട്ടുകേഴ്വികളാണ്. എഴുതപ്പെട്ടില്ലെങ്കിലും ഓർമ്മിക്കപ്പെടേണ്ട സത്യങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും. ശരി ശരി, വ്ളാദിന്റെ കഥ തുടർന്നാലും? ഗ്രെഗ് പ്രോത്സാഹിപ്പിച്ചു. തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട സാഹസികനായ വ്ളാദ് ഒടുവിൽ വല്ലേഷ്യയുടെ ഭരണാധികാരിയായി. അതോടെ ശത്രുക്കൾ ആക്രമണം ശക്തമാക്കി. ദയ മാത്രം കൊണ്ട് നിലനിൽപ്പില്ലെന്ന് കണ്ട വ്ളാദ് ശക്തമായി തിരിച്ചടിച്ചു. ശത്രുക്കൾ വ്ളാദിന്റെ മറ്റൊരു സഹോദരൻ റതുവിനെ കൂട്ടുപിടിച്ചു. അരക്ഷിതാവസ്ഥയും സ്വന്തക്കാർ പോലും ശത്രുക്കളാണെന്ന തോന്നലും വ്ളാദിനെ ക്രൂരനായ ഒരു ഭരണാധികാരിയാക്കി. ചിലർ ക്രൂരതയെ ക്രൂരത കൊണ്ട് നേരിടുന്നു, ചിലർ നന്മ കൊണ്ടും, അല്ലേ? ഗ്രെഗിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ പ്രഭു കഥ തുടർന്നു. തന്നെ ചതിച്ചവരെ വ്ളാദ് വഴിയിൽ കുന്തത്തിൽ തൂക്കി നിർത്തി. ആളുകൾ അത് കണ്ട് ഭയപ്പെട്ടു. ചതിപ്രഭുക്കന്മാർക്ക് സൽക്കാരമൊരുക്കിയ പ്രഭു
അവരിൽ ഒരാളെ കൊന്ന് ആ രക്തം മുക്കി ആഹാരം കഴിച്ചു എന്നും കഥയുണ്ട്. അതാവണം പ്രഭു രക്തം കുടിച്ചിരുന്നു എന്ന കഥ പ്രചരിക്കാൻ കാരണം, അല്ലേ? അതെ, നിയമങ്ങളും ഭരണാധികാരികളും ജനങ്ങളെ ഭയപ്പെടുത്തിയാണ് അധികാരം നിലനിർത്തുന്നത്. എന്നാൽ എൻ്റെ പൂർവികർ 1.5 നൂറ്റാണ്ടിനുള്ളിൽ നിരവധി ആരാധനാലയങ്ങളും സന്യാസി മഠങ്ങളും പണിതു നൽകിയിട്ടുണ്ട്. മതനിയമങ്ങൾ തെറ്റിക്കാതിരുന്നാൽ ഈശ്വരൻ രക്ഷിക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. വ്ളാദിന്റെ ദയയുടെ കഥകളും പൂർവികർക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട്. കേൾക്കട്ടെ, പറയൂ, പീറ്റർ പാർക്കർ പ്രോത്സാഹിപ്പിച്ചു. ഇത് പറഞ്ഞു കേട്ട ഒരു കഥയാണ്. ഒരിക്കൽ ആർഗസ് നദിയുടെ കരയിലുള്ള കോട്ടയിൽ വെച്ച് ടർക്കികൾ ഡ്രാക്കുളയെ വളഞ്ഞു. കൊല്ലപ്പെടുമെന്ന ഭയത്താൽ ഭാര്യ കോട്ടയിൽ നിന്നും നദിയിലേക്ക് ചാടി മരിച്ചു. 10 വയസ്സുള്ള മകൻ പ്രഭുവിന്റെ കുറിപ്പുമായി തുരങ്കത്തിലൂടെ അടുത്ത ഗ്രാമത്തിലെത്തി. അവിടെ പ്രഭുവിന്റെ ബന്ധുക്കളായ പടയാളികൾ ഉണ്ടായിരുന്നു. ധീരന്മാരായ 16 പേർ. അവർ ആയുധങ്ങളും അനുചരരുമായി പാഞ്ഞെത്തി ടർക്കികളോട് ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ചോടിച്ചു. അവരോടുള്ള നന്ദി സൂചകമായി പ്രഭു ആൽപ്സിലെ 16 മലകൾ അവർക്ക് സമ്മാനിച്ചു. ഓരോ മലയിലും ഓരോ കൊട്ടാരം പണിത് അവർ പ്രഭുവിന്റെ സംരക്ഷകരായി പിന്നീടുള്ള കാലം താമസിച്ചു. ഈ കഥ അങ്ങെങ്ങനെ അറിഞ്ഞു? സുഹൃത്തുക്കൾ ഒന്നിച്ചു ചോദിച്ചു. അപ്പോൾ പ്രഭു പറഞ്ഞു, എൻ്റെ പൂർവികർ പറഞ്ഞു. ആ 16 പ്രഭുക്കന്മാരിൽ ഒരാളായ വൗണ്ട്സ്റാൻഡിന്റെ തലമുറയിലെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ഞാൻ. ഞാൻ പ്രേതവും പിശാചും ഒന്നുമല്ല. ഞാൻ ഡ്രാക്കുള പരമ്പരയിൽപ്പെട്ട കൗണ്ട് റസ്നോവ് എന്ന പച്ച മനുഷ്യനാണ്. അത് കേട്ട് പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും അമ്പരന്നു. ആ വാക്കുകൾ അവർക്ക് അളവറ്റ ആശ്വാസം പകരുകയും ചെയ്തു. എന്നാൽ പീറ്റർ പാർക്കർക്ക് പിന്നെയും സംശയങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചെന്നായ്ക്കളെ ശാസിച്ചു നിർത്തുക? നിങ്ങളത് ചെയ്തില്ലേ? ഈ കോമ്പല്ലുകൾ, പിന്നെ രാത്രിയിൽ അലയുന്ന സ്ത്രീ, അവർ ഈ പരിസരത്തെവിടെയോ ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. ആ വണ്ടിക്കാരൻ ലാറിയൻ, ഹോട്ടൽ മാനേജർ ഹെർമൻ, അവർ എന്തിനിവിടെ വന്നു? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. അടുത്ത നിമിഷം വാതിൽ തുടരെ മുട്ടുകൾ കേട്ടു. ആരൊക്കെയോ വാതിൽ ശക്തിയായി തള്ളുന്നു. തുറന്നില്ലെങ്കിൽ അവർ അത് തകർത്ത് കയറും എന്ന് പീറ്റർ പാർക്കർക്ക് തോന്നി. അയാൾ സുഹൃത്തിനെ നോക്കി. വീണ്ടും ഒരു ഏറ്റുമുട്ടൽ വേണ്ടി വരുമോ? അപ്പോൾ അതാ ചൂണ്ടിയ നിറത്തോക്കുമായി വാതിലിന് നേരെ നീങ്ങുകയാണ് ഗ്രെഗ് ഹഡ്സൺ.